നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുടെ കണ്ണുനീർ ഈ വ്യക്തിയുടെ ഹൃദയത്തെ പൊള്ളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും നന്നായി ഇന്നത്തെ വായനയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി അത്രയും അധികം താല്പര്യാർത്ഥമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെ വേണ്ടാന്ന് വെച്ചത് അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി വിശ്വസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ദൈവങ്ങളാണെങ്കിൽ പോലും വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും എല്ലാ തലത്തിലും ഈ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള മനസാക്ഷി പോലും ഈ വ്യക്തിയോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളെ എന്തിനാണ് വേണ്ട എന്ന് വെച്ചത്? നിങ്ങളെ വേണ്ട എന്ന് വെക്കാനുള്ള കാരണം എന്തുകൊണ്ട് വന്നു? എന്തുകൊണ്ട് അത്രമാത്രം തെറ്റുകൾ ഈ വ്യക്തി ചെയ്തു പോയി? ഈ ഒരു തലത്തിലുള്ള ചിന്തകളാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് എത്രമാത്രം ആലോചിച്ചിട്ടും ഒരെത്തും പിടിയും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാണപ്പെടുന്നത്. ഇനി സംഭവിച്ചത് സംഭവിച്ചു, മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് എന്നുള്ള രീതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടാക്കി ഒരു കാര്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലേക്ക് മാത്രം മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് അത്രമേൽ പ്രാധാന്യം തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ വ്യക്തി കണ്ടിരുന്നതെങ്കിൽ പോലും ഈ വ്യക്തി ഒറ്റ നിമിഷം കൊണ്ട് മറ്റാരുടെയോ വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് പോലും ഈ വ്യക്തി വിചാരിച്ചിരുന്നില്ല താൻ എത്ര വലിയ മണ്ടത്തരമാണ് ചെയ്യുന്നത് എന്നുള്ളത്. എങ്കിലും ഈ വ്യക്തി മനസ്സിൽ കുറിച്ചിട്ട 1000 മണ്ടത്തരങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളുമായി ഒന്നിച്ചു ചേരുവാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തിയെ കൊണ്ട് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും സ്വന്തം ആത്മാഭിമാനം ഉള്ള വ്യക്തികളാണ്. സ്വന്തമായി അഭിമാനവും ആത്മാഭിമാനവും സൽപ്പേരും പെരുമയും ഓടുകൂടി മുന്നോട്ടു പോകുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങളും ഈ വ്യക്തിയുടെ പുറകെ പോകാൻ പോയില്ല എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായി ചിന്തിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ വ്യക്തിക്ക് അതിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള കാരണം. ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടേതായിട്ടുള്ള ചില ധാർഷ്ട്യങ്ങളുണ്ട്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ തൻ്റേതാണ് എന്ന് വിചാരിക്കുന്ന പലതരത്തിലുള്ള ചിന്താഗതികളും തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളോട് കൂടെ മുന്നോട്ട് പോയത്. എങ്കിലും അവിടെ അസ്വാരസ്യങ്ങളും ഇഷ്ടക്കേടുകളും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. നിങ്ങൾ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും ഈ വ്യക്തി തൻ്റേതായിട്ടുള്ള ഇഷ്ടങ്ങളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാനോ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ ശ്രമിച്ചില്ല എന്നുള്ളതാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ പോലും ഈ വ്യക്തി പലപ്പോഴും മടി കാണിച്ചിരുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി സമയം ചിലവഴിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളും മനഃപൂർവ്വം ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പല സാഹചര്യത്തിലൂടെയും നിങ്ങൾ ഈ വ്യക്തിയുമായി ഒന്നിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒന്നായി ഇരിക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും
ഈ വ്യക്തി നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, എന്നോടൊപ്പം നിൽക്കൂ, എനിക്ക് ഒരു കരുത്ത് വേണം, എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണം, എനിക്ക് നിന്റെ കൂടെ വരണം, നിന്റെ സ്നേഹം എന്താണ് എന്നുള്ളത് എനിക്ക് അനുഭവിച്ചറിയണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാനാണ് ഈ വ്യക്തി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള കാര്യത്തിൽ എന്ത് റിസ്ക് വേണമെങ്കിലും എടുക്കുവാൻ തയ്യാറാണ്. എന്ത് റിസ്കിലേക്കും മുന്നോട്ട് പോകുവാനും തയ്യാറാണ്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളെല്ലാം തന്നെ അത്രമാത്രം പ്രധാനപ്പെട്ട രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലായി, നിങ്ങളുമായി ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കാത്ത ജീവിതം എന്ന് പറയുന്നത് വൻ പരാജയമാണെന്നും നിങ്ങൾ കൂടെയില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും ജീവിതമെന്നും ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും അധികം പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കണമെന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ആത്മാർത്ഥ സ്നേഹം മാത്രമാണെന്നും ഈ വ്യക്തി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് എനർജിയാണ്. നിങ്ങളിലേക്ക് ഒരു ഹീലിംഗ് എനർജിയാണ് ഈ വ്യക്തിക്ക് അനുഭവപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളുമായി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒരു സമാധാനവും സന്തോഷവും മനസ്സിന് ഒരു കുളിർമയുമാണ് ഈ വ്യക്തിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുള്ളത്. എങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ പല പ്രയോഗങ്ങളും പയറ്റുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് പരിഹരിച്ച് പ്രശ്നം കൂടുതൽ വഷളാക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആ ഓരോ കണ്ണുനീരും ഈ വ്യക്തിയുടെ ഹൃദയത്തെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് അത്രമാത്രം അസ്വസ്ഥതകൾ ഉണർത്തുന്ന രീതിയിലുള്ള സന്ദർഭങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളോടും അസൂയയും കുശുമ്പും ഒക്കെയായിരുന്നു. മറ്റു പല കാര്യങ്ങളിലേക്ക് നോക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നു ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്വന്തം കാര്യം നോക്കാതെ പൊതുവായി ചിന്തിക്കുവാനും നിങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാനുമൊക്കെയും ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പേഴ്സന്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിലേക്ക് മാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വ്യക്തിയുടെ കൂടെയുള്ള മറ്റു വ്യക്തികളുമായി കൂട്ടുകൂടുന്ന കാര്യത്തിൽ അല്പസ്വല്പം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവരുമായി അകലാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിലേക്ക് മാത്രം അടുത്തു ചേർന്ന് നിങ്ങളുടേത് മാത്രമായി തീരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുമായി കൂടെ കൂടി ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. നിങ്ങളാണ് ഏറ്റവും സേഫ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങൾ എത്രമാത്രം ശക്തരാണ്, നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരാണ്, എന്തുകൊണ്ട് നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ള ചോദ്യമാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രവും വെയിറ്റ് ചെയ്യാൻ ഈ വ്യക്തി തയ്യാറാണ്. നിങ്ങളിൽ നിന്നും മൂവ് ഓൺ ആയി പോകുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. നിങ്ങളെ മാറ്റിവെക്കുന്ന ആ ഒരു ജീവിതം എന്ന് പറയുന്നത് ഇരുട്ടിലേക്കായിരിക്കും പോവുക എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് ഒരു സംശയവുമില്ല. എന്തായാലും കൂടെയുള്ളവരെ ഈ വ്യക്തിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കൂടെയുള്ള വ്യക്തികളുടെ കാപട്യ മുഖവും അവരുടെ ഉദ്ദേശവും അവരുടെ ലക്ഷ്യവും എന്താണെന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. നിങ്ങളുടെ മനഃശുദ്ധിയും സ്നേഹവും തിരിച്ചറിയുവാനും കഴിഞ്ഞു. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇന്നത്തെ വായനയിൽ. നിങ്ങളുടെ ഓരോ കണ്ണുനീരും ഈ വ്യക്തിക്കുള്ള തിരിച്ചടിയായാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഈ ഒരു വായന നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.